അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇനി ഈ സൂറത്ത് മസദുമായി 111-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന കോമാളിത്തരം ഒന്ന് കേട്ടുനോക്കാം. ജബ്ബാർ പറയുന്നത്, തുടർന്ന് മുഹമ്മദിന്റെ മനസ്സിൽ ചില പ്ലാനുകൾ രൂപം കൊണ്ടു. ആ പ്ലാനുകൾ നുണയുടെയും ചതിയുടെയും പ്ലാനുകളായിരുന്നു. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അന്ന് രൂപം കൊണ്ടിട്ടുള്ള പ്ലാൻ? കള്ളം പറയുന്നതിനും വേണ്ട ഒരു അതിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവി എന്താണെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത അത്രക്ക് പ്രയാസം നിറഞ്ഞ നാളുകളാണ് പിന്നീട് നബിയുടെ മുമ്പിൽ വരുന്നത്. എവിടേക്ക് രക്ഷപ്പെടാൻ പറ്റും? ഇവിടെ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, രക്ഷപ്പെട്ടാൽ തന്നെ പോകാമെന്ന് വെച്ചാൽ തന്നെ താൻ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലേക്കും ചെല്ലാൻ പറ്റൂല. കാരണം നാടുകൾ മുഴുവനവും ശിർക്കിലും കുഫറിലും അന്ധവിശ്വാസങ്ങളിലും ഒക്കെ മുഴുകിക്കഴിയുന്ന നാടുകളാണ്. അവിടെ എവിടെ ചെന്ന് പറഞ്ഞാലും ഇതേ അനുഭവമാണ് ഉണ്ടാവുക. മക്കയിലെ അനുഭവം തന്നെയാണ് മറ്റെവിടെ പോയാലും ഉണ്ടാവുക. അതുകൊണ്ട് എവിടേക്ക് പോകുന്ന നബിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ആ കാലഘട്ടത്തിൽ. പിന്നെ പ്രവാചകൻ എന്നുള്ള നിലക്ക്, അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ ഒരു പ്രദേശത്തേക്കും പോകാനും അനുവാദം ഇല്ലാണല്ലോ. ജബ്ബാർ ഇത് അംഗീകരിക്കുന്നുവോ യുക്തിവാദികൾ ഇത് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൻ്റെ നാട് വിട്ട് ജനങ്ങളെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോകണമെങ്കിൽ പോലും അവിടെ അള്ളാഹുവിന്റെ അനുവാദം വേണമെന്നുള്ളതാണ്. അതില്ലെങ്കിൽ അയാൾക്ക് പോകാൻ പറ്റൂല. പോയാൽ അവിടെ അള്ളാഹു പിടികൂടും. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നുണയുടെയും ചതിയുടെയും പ്ലാനുകൾ രൂപപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഇവന്റെ ഒക്കെ മണ്ടയിൽ എന്താണുള്ളത്? ചേരിത്തുപ്പാണോ എന്ന് സംശയിച്ചു പോവാണ്. മനുഷ്യന് കുറച്ചൊക്കെ തൻ്റെ തല ഒന്ന് ഉപയോഗപ്പെടുത്തണ്ടേ? അത് ഉപയോഗപ്പെടുത്താൻ പോലും തയ്യാറില്ലാത്ത ഇവനെ പോലുള്ള ആളുകൾ ഇവനൊക്കെയാണ് ഖുർആനെ വിമർശിക്കുന്നത്. അത് തന്നെ SSLC പരീക്ഷയിൽ അറബി പേപ്പറിന് 50% മാർക്ക് വാങ്ങിയ മഹാ അറബി പണ്ഡിതൻ ആണല്ലോ. മുപ്പരെന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. 50% മാർക്കാണ് കിട്ടിയത്. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബാക്കി 50%-ന്റെ മാർക്ക് വട്ടപൂജയായിരുന്നു. അറബി ഭാഷയിൽ ഒരു കഴിവില്ലാത്ത ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഓൻ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് മുതൽക്ക് നുണയുടെയും ചതിയുടെയും പ്ലാനുകൾ രൂപപ്പെട്ടു. ഇത് മാത്രമല്ല, ഇവിടെ കുന്നിന്റെ മുകളിൽ കയറി വിളിച്ചത് തന്നെ ചതിയായിട്ടാണ് ജബ്ബാർ പറയുന്നത്. അപ്പോൾ ഒരു നാട്ടിൽ നടപ്പിലുള്ളവര് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന, നാട്ടിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുമ്പോൾ മാത്രം എങ്ങനെ ജബ്ബാറെ അത് ചതിയായി തീരാ? അവിടെ വല്ല ലിഖിത അല്ലെങ്കിൽ അലിഖിത നിയമം ഉണ്ടായിരുന്നുവോ? ഇത് ഇന്ന ആളുകൾക്ക് അല്ല ഇന്ന സംഗതികൾക്ക് മാത്രമേ ഈ രീതി ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് ഖുറൈശികൾ അന്ന് വല്ല നിയമാവലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്ന് കൊണ്ടുവന്ന തിരക്കില്ല. അത് അങ്ങനെ ഒരു നിയമം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ആർക്ക് വേണമെങ്കിലും തങ്ങൾക്ക് സമൂഹത്തെ അറിയിക്കാനുള്ള, സമൂഹത്തിന് ദോഷകരമായി തീരുമെന്നോ അല്ലെങ്കിൽ ഗുണകരമായി തീരുമെന്നോ തോന്നുന്ന ഒരു കാര്യം ആ ജനതയെ അറിയിക്കാൻ വേണ്ടി അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാർഗം എന്നുള്ള കണക്കാണ് ഇന്നുണ്ടായിരുന്നതെങ്കിൽ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചാൽ അങ്ങനെ ചതിയായി തീരാം. എന്ത് വൃത്തികേടും തമ്മാടിത്തുമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്ത് തെറിയും പറയാമോ? അപ്പൊ ഇതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ യുക്തിവാദികളാണ്. യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾക്കാണല്ലോ യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിപരമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ സംഗതി എങ്ങനെയാണ് യുക്തിവാദാവുക? അപ്പൊ തനി പൊലാട്ട് പറയാ, തമ്മാടിത്തം പറയാന്നുള്ളതാണ് ഇവിടെ ജബ്ബാറിനെ പോലുള്ള കുറച്ച് കുബുദ്ധികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി നോക്കുക,
മുഹമ്മദ് സഫയിൽ കയറി വിളിച്ചു പറഞ്ഞു. എല്ലാവരും കൂടി വന്നു. ഈ കുന്നിനപ്പുറത്ത് നിന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, ഈ കുന്നിനപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് നബി സല്ലല്ലാഹു മുഹമ്മദ് അവരോട് ചോദിച്ചു എന്നാണ്. എന്നിട്ട് ആ ജനത എന്തേ ജബ്ബാറെ നബിയോട് മറുപടി പറഞ്ഞത്? ഇത് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കൂല എന്നാണോ? നീ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കും. കാരണം മാ ജറബിന അലൈക്കമിൻ കദീബ്, നീ ഒരു ഇക്കാലം വരെ കളവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന്, ഞങ്ങൾക്കൊരനുഭവം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാൻ അവിടെ നിന്നത്. അവർക്ക് തോന്നിയോ ഇത് ചതിയാണെന്ന്? അവരാരെങ്കിലും പറഞ്ഞു? അബൂലഹബ് പറഞ്ഞു ഇത് ചതിയായിപ്പോയിന്ന്. അബൂലഹബ് പറഞ്ഞത് ഇത് ഈ ഒരു കാര്യം പറയാനാണോ? നാട്ടിൽ ഞങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആചാരമര്യാദകൾക്കെതിൽ സംസാരിക്കാനാണോ ഈ വന്നിട്ടുള്ളതെന്ന്, അല്ലാതെ ഞങ്ങൾ ചതിക്കാൻ വന്നാണെന്ന് അബൂലഹബ് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അബൂലഹബിന് തെളിവുണ്ടാക്കി കൊടുക്കണ പണിയാണ് നമ്മളുടെ ജബ്ബാറിന്. അപ്പൊ ഇത്രക്ക് തനം താണ ഒരുത്തനായി പോയല്ലോ ഈ ജബ്ബാർ എന്നതിൽ നമ്മൾക്ക് അതിശയിക്കാനേ നിർവാഹമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന, നിങ്ങൾക്ക് വലിയ അപകടം വരാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? നബിയെ എന്തിനാണ് അള്ളാഹു നിയോഗിച്ചത് എന്നുള്ളതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ ജബ്ബാറിന്റെ സൃഷ്ടികളല്ലല്ലോ മക്കയിലെ മനുഷ്യർ, അള്ളാഹിന്റെ സൃഷ്ടികളല്ലേ. ജബ്ബാർ പണിയനുസരിച്ചല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുക്കേണ്ടത്, അള്ളാഹ് പറഞ്ഞനുസരിച്ചല്ലേ. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നു എന്റെ സൃഷ്ടികളായിട്ടുള്ള മക്കയിലെ ജനങ്ങളോട്. പിന്നീട് അതിനെ തുടർന്ന് ആബാലവൃദ്ധം ലോക ജനതയോടൊക്കെ ഈ സംഗതി പറയണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ജബ്ബാർ ചതി എന്ന് പറയുന്നത്. പിന്നീട് മൂപ്പര് മുഫസ്സിറുകളുടെ ഈ ചരിത്രകാരന്മാരുടെയോ ഒക്കെ നേരെ തിരിയാണ്. അബൂലഹബും ഭാര്യ അബൂലഹബിന്റെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യമായിട്ട് ദ്രോഹമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ചെറിയ ചെറിയ ചില സംഗതികളെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് കുടുംബക്കാർക്ക് വേണമെങ്കിലും ഒന്ന് അടിക്കാലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അടി ജബ്ബാറിന് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അത് ജബ്ബാറിനെ ആലോചിക്കേണ്ടതാ. ജബ്ബാറിനും കിട്ടാലോ അങ്ങനെയുള്ള ഒരു അടി. കാരണം ജബ്ബാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്ന് ജബ്ബാറിന്റെ ഭാഷ്യം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് മക്കയിലെ ജനങ്ങൾ അവര് വലിയ സെക്യുലറിസ്റ്റുകൾ അല്ലെങ്കിൽ ജനാധിപത്യവാദികളായിരുന്നു, മതേതരവാദികളായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതൊക്കെ പറയാൻ അവര് അനുവാദം കൊടുത്തില്ലേ? ഒന്ന് ചെറിയ നിൽക്കൊക്കെ ഒന്ന് ചീത്ത പറഞ്ഞതല്ലേ ഉള്ളൂ, അതിന് ഇങ്ങനെയൊക്കെ പറയണമോ അങ്ങനെയൊക്കെ ചെയ്യണമോ എന്നാ ജബ്ബാറിന്റെ ചോദ്യം. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മക്കയിലെ ജനങ്ങൾക്ക് ചെയ്യാമായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഇന്നുമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ജബ്ബാറിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ അനുവാദമല്ലേ? കാരണം ജബ്ബാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിനെ, വിശുദ്ധ ഖുർആനിനെയൊക്കെ നിരൂപണം നടത്തുകയല്ല, വിമർശിക്കുകയല്ല, തെറി പറയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ തെറി പറയുന്ന ജബ്ബാറിനെ ആണോ കൈകാര്യം ചെയ്യേണ്ടത്? അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള ആളുകളോട് വളരെ സൗമനസ്യത്തോടു കൂടി നിങ്ങൾ ഈ വിഗ്രഹപൂജ ഒക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണമെന്നും അള്ളാഹുവിന്റെ ദാസന്മാരായി അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് ജീവിക്കാൻ തയ്യാറാവണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണോ, ആരെയാണ് കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടത്? അത് ജബ്ബാറിന്റെ യുക്തി അനുസരിച്ച് ജബ്ബാറിനെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇവിടെ ജബ്ബാർ ചെയ്യുന്നത് അള്ളാഹുവിനെ, റസൂലിനെ, ഖുർആനെ തെറി പറയാണ്, ചീത്ത പറയാണ്, പുലഭ്യം പറയാണ്. അപ്പൊ ഇവിടെ ജബ്ബാറാണ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക.
പിന്നെ ജബ്ബാറിൻ പറയുന്നത് അബൂലഹബിന്റെ 3 മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. മൂപ്പർക്ക് വലിയ സങ്കടം ഉണ്ടായി. അബൂലഹബിന്റെ ഒരു മകളും 2 ആൺകുട്ടികളും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ജബ്ബാറിന് പിന്നെ സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നിട്ട് ഈ മക്കളും പിന്നീട് ഇതൊക്കെ ഓതിക്കൊണ്ടിരുന്നു. അത് പിന്നെ വലീദ് ബിൻ മുഗീറന്റെ കാര്യത്തിലും പറയുന്നുണ്ട്. വലീദ് ബിൻ മുഗീറയുടെ 3 മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിക മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഇവരൊക്കെ ഇത് ഓതിയിട്ടാണ് പിന്നെ നമസ്കരിച്ചിരുന്നത്. എന്നിട്ട് പറയണത് എന്താണ്? അവർക്ക് വേറെ നിർവാല്യമായിരുന്നു, പേടിച്ചിട്ടാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളതെന്നാ. ഇത്രക്ക് ചിന്താശൂന്യനായിട്ടുള്ള ഒരു മനുഷ്യരെ ലോകത്തെവിടെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ പറയുന്നതിലുള്ള ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് മറ്റൊന്നുണ്ട് ഇതിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് മക്ക പിടിച്ചടക്കിയതിന് ശേഷം നബി എത്ര ആളവിടെ കൊന്നു? മാത്രമല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജനങ്ങളോട് ചോദിച്ചത് എന്തായിരുന്നു? നിങ്ങൾ എന്നെ എപ്രകാരമാണ് കാണുന്നത്? ആ ജനത നബിയോട് പറഞ്ഞ മറുപടി എന്താ? മുഹമ്മദ് ഞങ്ങളെ ശരിപ്പെടുത്തി കളയുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ വലിയ പേടിയാണെന്ന് പറഞ്ഞു. ആ ജനത പ്രതികരിച്ചത് എത്ര സൗമനസ്യത്തോടു കൂടിയാണ്. കാരണം നബിയുടെ സ്വഭാവം അവർക്ക് അറിയാമായിരുന്നു. അവർ പറഞ്ഞത് അഹുൻ കരീം വബിനു അഹിൻ കരീം ന, മാന്യനായ സഹോദരന്റെ മകൻ. ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം വേണം. എന്നിട്ടാണ് ജബ്ബാർ പറഞ്ഞത് അവർ പേടിച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്ര നെറികെട്ട നുണ പ്രചരിപ്പിക്കാൻ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക്, യുക്തിവാദികൾക്ക് സാധ്യമാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.